പരിസരമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഒരു സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. പല തവണ ഞാൻ ഈ ദൈവത്തിനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് പകരം നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവ ഏകൻ തന്നെയാണ്. ഒറ്റ ദൈവമുള്ളൂ, സർവശക്തനായ ദൈവം. പല ദൈവങ്ങളില്ല. സ്വർഗത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ, ഭൂമിയിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഏകത്വത്തിൽ ഒരുവനായ ഏകനായ ദൈവം, സർവശക്തനായ ദൈവം യേശുക്രിസ്തു. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ മോശ തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് പറഞ്ഞ കാര്യമായത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് സ്തോത്രം, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന പരീശന്മാരുടെ ചോദ്യത്തിന് യേശു ഈ വാക്യം ഉദ്ധരിച്ചാണ് അവരോട് മറുപടി പറഞ്ഞത്. അതിനോട് ചേർത്ത് ലേവ്യ പുസ്തകം 19:18 കൂടി കർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായി 22:14, 34 തൊട്ട് 40 വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പം ആവർത്തന പുസ്തകത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 7:8 ദൈവം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേസമയം അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നാം വായിച്ച ദൈവത്തിന്റെ ഭാഗം ആവർത്തന പുസ്തകം 6:5. തുടർന്ന് അവരുടെ ഇടയിലുള്ള പരദേശിയെ പോലും അവർ സ്നേഹിക്കണമെന്ന് ദൈവം വരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നതായിട്ട് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം കാണുന്നു. ഇവിടെ സ്നേഹത്തിന്റെ ആഴങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ബലഹീനവും അപൂർണവുമായതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ബലഹീനവും അപൂർണമായ മനസ്സുകൊണ്ട് ഒരിക്കലും, ഹൃദയം കൊണ്ട് ഒരിക്കലും അവർക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കാൻ കഴിയുന്നില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ അവർ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ചു. ആദിമ സഭയിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിച്ച് കർത്താവിൽ മറഞ്ഞിരിക്കുന്നു. അവർക്ക് ഒരു ഉയർപ്പ് കിട്ടും. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന യൂദ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, അവനൊരിക്കലും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അപൂർണവും അല്ലെ ബലഹീനവുമായ ഹൃദയമായിരുന്നു. അവനൊരിക്കലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ഇന്നും അത് തന്നെയാണ്. മനുഷ്യന്റെ ബലഹീനവും അപൂർണമായ മനസ്സുകൾ കൊണ്ട് മനുഷ്യന് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല. കാരണം പണത്തിലേക്കും ദിവ്യാഗ്രഹത്തിൽ ലോകമോഹങ്ങളിലേക്കും മനുഷ്യന്റെ മനസ്സ് ചെന്നിട്ട് മനസ്സാക്ഷി കൂടി മരവിച്ച് കിടക്കുക പലരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ചിന്തിക്കും, ഭാര്യ ഭർത്താവിനോട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ കഴിയില്ല. ഭർത്താവിന് ഭാര്യയോട് സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സും ബലഹീനവും അപൂർണവുമാണ്. 99% ആളുകളിലും അങ്ങനെ തന്നെയാണ്. പറച്ചിലുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു പറയെങ്കിൽ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞപ്പോൾ അനവധി ബന്ധങ്ങൾ അവരിൽ വന്ന് എത്രയോ ആളുകളെ പ്രാർത്ഥനയിൽ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നവർ ചിലരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാൻ സത്യമായ കാര്യമല്ലേ പറഞ്ഞത്.
പറച്ചിലെന്താ പുറമെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വാക്കുകൾ കൊണ്ട്, പക്ഷേ മറ്റൊരുപാട് ബന്ധങ്ങൾ. അങ്ങനെ എത്ര കുടുംബങ്ങളാണ് തകർന്നത്. അങ്ങനെ നിങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും, ഞാൻ എൻ്റെ ഭർത്താവിനെ, ഞാൻ എൻ്റെ ഭാര്യയെ, ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞാലും, അല്ലേലിയ, അതിനകത്ത് യാഥാർത്ഥ്യങ്ങളില്ല. അല്ലേലിയ, സ്തോത്രം. ഇനി മറിച്ച് ഒന്നുകൂടി പറയട്ടെ, അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസാണ് ഡിവോഴ്സിനായിട്ട് കിടക്കുന്നത്. അങ്ങനെ ആ കോടതിയുടെ ആവശ്യം വരുത്തില്ലായിരുന്നല്ലോ. അല്ലേലിയ, കുടുംബ കോടതിയുടെ ഡിവോഴ്സിന്റെ കേസ്, വിവാഹമോചന കേസ് വരത്തേ ഇല്ലായിരുന്നു. അപ്പൊ ഈ കോടിക്കണക്കിന് അല്ലെ ജനം പാർക്കുന്ന നമ്മുടെ അല്ലേലിയ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും കുടുംബ കോടതികൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. കേരളത്തിലുള്ളതുപോലെ ഇവിടെ എല്ലാം ലക്ഷക്കണക്കിന് കേസാണ് കെട്ടിക്കിടക്കുന്നത്. എല്ലാ സംശയത്തിന് പേരില്ല, ബലഹീനതയുടെ പേരിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബലഹീനവും അപൂർണമായ മനസ്സാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ട് അവൻ എപ്പോഴും, അവനായാലും അവളായാലും വിശ്വാസ വഞ്ചന ചെയ്യും. അല്ലേ? അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു അല്ലേലിയ പുതിയ നിയമസഭയോട്, തന്റെ മണവാട്ടി സഭയോട് പറയുന്നത്, പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയാണ്, കർത്താവിന്റെ കാന്തയാണ്. അവരോട് പറയുന്നത്, കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പനയായിരിക്കുന്ന അല്ലേലിയ സ്നേഹം എന്ന് പറയുന്നത്, ആ സ്നേഹം ഏകനായ കർത്താവ് നിന്നെ വീണ്ടെടുത്ത, നിന്നെ രക്ഷിച്ച, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, അവസാനത്തുള്ളി രക്തം പരത്തുന്നതിന്റെ പാപത്തിന്റെ കറകളെ പൂക്കി അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ തന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നിത്യജീവൻ തന്ന്, അല്ലേലിയ, എന്റെ ഇരിപ്പിടത്തിലേക്ക് നിന്നെ ഞാൻ ചേർക്കാൻ ഒരുങ്ങുമ്പോൾ നീ ഭൂമിയിലായിരിക്കുന്ന സമയങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കണം യേശു പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് അന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് പറഞ്ഞത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്. രക്തം ചെയ്യാൻ അല്ലേലിയ. എത്രയോ കുടുംബങ്ങളിൽ ചെന്നാൽ പരാതി കേൾക്കുന്ന, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, കേൾക്കത്തില്ല. മക്കളിലതൊക്കെയല്ലേ കാണുന്നത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മളെങ്ങനെ നിത്യതയിലെത്തും? നിങ്ങൾക്ക് ബലഹീനവും അപൂർണമായ മനസ്സുകൾ കൊണ്ട് പരസ്പരം സ്നേഹിക്കാതെ സ്നേഹമെന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട്, സ്നേഹമെന്ന പ്രകടനത്തിന് മുമ്പിൽ മറ്റുള്ള മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, അഭിനയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയത്തില്ല. ഭൂമി മനുഷ്യനെ കബളിപ്പിച്ചാലും, ഭാര്യയെ കബളിപ്പിച്ചാലും, ഭർത്താവിനെ കബളിപ്പിച്ചാലും, അയൽവാസി, ബന്ധുമിത്രാദികൾ, മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ കബളിപ്പിച്ചാലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ്. അല്ലേലിയ. അവൻ സർവജ്ഞാനി, സർവശക്തൻ. നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അതാത് സമയത്ത് ദൈവം കാണുകയാണ്, വ്യക്തം ചെയ്യാം. പ്രവേശിച്ചോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കതേ, നമ്മുടെ ബലഹീനവും അപൂർണമായ ഹൃദയത്തെ മാറ്റിവെച്ചിട്ട്, മനസ്സിനെ മാറ്റിവെച്ചിട്ട്, നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. ആ യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ യൂദയൊഴിച്ച് ബാക്കി 11 പേരും കർത്താവിനെ സ്നേഹിച്ചതുപോലെ ആദിമസഭയിൽ ആദിപിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചവർ ഈ കാലഘട്ടത്തിൽ ദൈവജന സഭയിലേക്ക് മടങ്ങി വരണം, വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് ദിവ്യാഗ്രഹമാണ്. ദിവ്യാഗ്രഹം പെരുകി, അല്ലെങ്കിൽ പണം പെരുകി, സ്ഥാനമാനങ്ങളും പാരമ്പര്യങ്ങളും, അല്ലേലിയ, അതുപോലെ തന്നെ പാരമ്പര്യങ്ങളും സമ്പത്തിന്റെ പേരിൽ ഒക്കെ അങ്ങ് പണത്തിന് വേണ്ടി മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലായിടത്തുമായി. അല്ലേലിയ, സ്തോത്രം. ചിലവർ പാരമ്പര്യ ബന്ധക്കോസ് എന്ന് പറയാം. എന്തായാലും പാരമ്പര്യ ബന്ധക്കോസ്, അല്ലേലിയ. അങ്ങനെ ഒരു കൂട്ടരുണ്ടെന്നുള്ള. അപ്പൊ അവർക്കൊക്കെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. കാരണം പാരമ്പര്യം പിടിച്ചു നിൽക്കുന്നവരൊന്നും ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. അവരൊക്കെ ഈ പുറമെയുള്ള ബാഹ്യമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, ഇതിന്റെ പ്രകടനത്തിലൂടെ, ജനത്തെ കാണിക്കാനുള്ളതിന്റെ ബാഹ്യമായ പ്രകടനത്തിലൂടെ നീ ഭൂമി ജീവിച്ച് നിത്യതയിലെത്തത്തില്ല കേട്ടോ. സ്തോത്രം. നിത്യതയിലെത്തണമെങ്കിൽ ഇസ്രായേലിന് ദൈവം മോശയിലൂടെ കൊടുത്ത കൽപ്പന, അല്ലേലിയ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കണമെന്നുള്ളതാണ്. അല്ലേ? അപ്പം കർത്താവ് ഇസ്രായേൽ ജനങ്ങൾക്ക് 10 കൽപ്പന നൽകിയിട്ടുണ്ടെങ്കിലും അതിലെ ഒന്നാമത്തെ കൽപ്പനയായി കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ്, അല്ലേലിയ, നാം കർത്താവിനെ സ്നേഹിക്കണമെന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്, അതേ സ്തോത്രം, ആ രീതി നമ്മോട് സംസാരിക്കുക. നാം കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ
നമ്മുടെ വീട്ടിലുള്ള മാതാവിനെ, പിതാവിനെ, നമ്മുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, സഭയെ, ദൈവമക്കളെ, അയൽവാസികളെ അതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാർഗം തന്നെ എന്ന് പറയുന്നത് സ്നേഹത്തിൽ വേരൂന്നി വളരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എവിടെയെന്ന് സ്നേഹമുള്ളത്? ഹല്ലേലൂയ. ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്നേഹം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾ സ്നേഹത്തിൽ വസിക്കുന്നവരാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ചോദിക്കട്ടെ, പള്ളിയിൽ പോകുന്ന നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഇടയിൽ ശണ്ടയും കലക്കവും ഉണ്ടെന്ന്. ശണ്ടയും കലക്കം, പരസ്പരം ഒന്നിച്ചൊരു പള്ളിയിൽ ആരാധിക്കുന്ന, പരസ്പരം ഒന്നിച്ചൊരു പള്ളിയിൽ കുർബാന കൈക്കൊള്ളുന്ന, ഒന്നിച്ചൊരു പുരോഹിതന്റെ കൈക്കീഴിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ വിമർശനങ്ങളാണ്. പുരോഹിതനെ വിമർശിക്കുന്നു, സഭാപാസ്റ്റർമാർ വിമർശിക്കുന്നു, പരസ്പരം വിശ്വാസികൾ തമ്മിൽ വിമർശിക്കുന്നു. ഈ വിമർശനങ്ങളെല്ലാം നിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന സാത്താനാണ്. ഹല്ലേലൂയ. സാത്താൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്റെ ഉള്ളിൽ വിമർശനം കൊണ്ടെത്താൻ നീ മറ്റുള്ളവരെ വിമർശിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് നിനക്ക് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നീ ചെയ്യുന്നതെല്ലാം ബാഹ്യമായ പ്രകടനമാണ്. ആ ബാഹ്യമായ പ്രകടനത്തിലൊന്നും നീ ചെയ്ത് നീ ജനത്തെ കബളിപ്പിച്ച് ദൈവത്തെ പറ്റിച്ച് നിന്റെ അവസാനം നിത്യനരകമായിരിക്കും. പ്രൈസലോടല്ലേ. അപ്പൊ അവൻ സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നത് കർത്താവിനെ രുചിച്ചറിയുക എന്നുള്ളതാണ്. യഥാർത്ഥ ക്രൈസ്തവ സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നത് യഹോവ നല്ലവൻ രുചിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഈ യഹോവ നല്ലവൻ രുചിച്ചറിയുക എന്ന് നമ്മൾ ഇപ്പോൾ സങ്കീർത്തനം 14 വായിക്കുമ്പോൾ എന്താണ് യഹോവ നല്ലവൻ രുചിച്ചറിയുക എന്ന് പറഞ്ഞു? എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്ത് നല്ല ഉപ്പും എരിവും പുളിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ ഏതോ അതോ ഉണ്ടാക്കുന്ന അതുപോലെ കറി വെച്ച് നിങ്ങൾക്ക് കൊണ്ടുതരുമ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയും നല്ലതാണെന്ന് പറയും. അല്ലെങ്കിൽ സ്തോത്രം. എത്ര ഉണ്ടാക്കി കൊടുത്താലും മോശമെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ നല്ല ആഹാരം ഉണ്ടാക്കി തരുമ്പോൾ അതിനെ നിങ്ങൾ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ടേസ്റ്റ് ചെയ്യണം. യഹോവ നല്ലവൻ രുചിച്ചറിയണം. ഹല്ലേലൂയ. യഹോവ നല്ലവൻ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സഹവിശ്വാസികളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. യഹോവ നല്ലവൻ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിനകത്ത് ഇരുള് കീറി വ്യാപരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഇരുണ്ട സ്ഥാനത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ എപ്പോഴും നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കണം, പ്രകാശിച്ച് നിൽക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതേ, യേശു ക്രിസ്തുവിന്റെ മാർഗം സ്നേഹം മാത്രമല്ല, അത് രക്ഷയുടെ മാർഗമാണ്, നിത്യതയുടെ മാർഗമാണ്, നിത്യജീവന്റെ മാർഗമാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിത്യജീവന്റെ, നിത്യരക്ഷയുടെ, വീണ്ടെടുപ്പിന്റെ ഒക്കെ മാർഗമാണ്. ആ സ്നേഹത്തിന്റെ മാർഗം മാത്രമല്ല, അതിനകത്ത് രക്ഷയുണ്ട്, മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്, വിശ്വാസസ്നാനം, പരിശുദ്ധാത്മ സ്നാനമുണ്ട്, വേർപാടുണ്ട്, വിശുദ്ധിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം നുറുക്കലുണ്ട്. ഇതെല്ലാം അതിനകത്തുണ്ട്. അല്ലേ യേശുവിന്റെ സ്നേഹത്തിൽ? അല്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? എത്രയോ ഭവനങ്ങളിൽ സഹോദരന്മാർ തമ്മിൽ വർഷങ്ങളായിട്ട് മിണ്ടാതെ നടക്കുന്നു. മാതാപിതാക്കളോട് മിണ്ടാത്ത എത്രയോ മക്കളുണ്ട്, മക്കളോട് മിണ്ടാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നന്നായി സ്നേഹത്തോട് സംസാരിച്ചിട്ട് എത്രയോ കാലങ്ങളായി. ലേലിയ. കഴിഞ്ഞ ദിവസം വല്ലേലിയ ഒരു പിതാവ് എന്നോട് പറഞ്ഞത്, ഒരു സഹോദരൻ പറഞ്ഞത്, എന്റെ ഭാര്യ എന്നെ അല്പം പോലും അനുസരിക്കത്തില്ല, ബഹുമാനിക്കത്തില്ല, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തല, എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ എത്ര വീടുകളുണ്ട്. നിങ്ങൾ അതിലൊരാളാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ അതിലൊരാളാണ്. അതുപോലെ സഹോദരന്മാരെ കുറിച്ചും ഇതുപോലെ തന്നെ പരാതിയാണ്. ഭർത്താവിനോട് സ്നേഹമില്ല, കരുതലില്ല, സ്നേഹത്തോട് സംസാരിക്കത്തില്ല. സഹോദരൻ, നിങ്ങളൊക്കെ അതിൽ ഓരോരുത്തരാണ്. പ്രൈസലോ. പരസ്പരം സ്നേഹിക്കണം കേട്ടോ. പരസ്പരം നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നവനെ അത് മറ്റുള്ളവരിൽ പ്രകടമാക്കാൻ, മറ്റുള്ളവരെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ.
ചില കുടുംബത്തിൽ ചെന്നെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ മക്കൾ പറയും, എന്നെ ഒരിക്കലും അപ്പനും അമ്മയ്ക്ക് സ്നേഹമില്ല, എന്നോട് ആമ തരംതിരിച്ച എന്നെ വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആമയും വീട്ടിലെ മക്കൾ ആൺമക്കളെ മുഴുവൻ സ്നേഹിക്കുന്നത്, എന്നോട് ഒരു സ്നേഹവുമില്ല. അങ്ങനെ പറഞ്ഞ എത്രയോ കുടുംബങ്ങൾക്കകത്ത് കലഹം ഉണ്ടാകുന്നത്. അങ്ങനെ അതിൻ്റെ പേരിൽ ചില മക്കളൊക്കെ ആത്മഹത്യ ചെയ്തവരെയുണ്ട്, സ്നേഹം നഷ്ടപ്പെട്ടതിന് പേര്. എന്താണ് നമ്മുടെ കുടുംബത്തിനകത്ത് സ്നേഹം നഷ്ടപ്പെടുന്നത്? അല്ലേരിയ എന്നെ കേൾക്കുന്നപ്പോഴും ബാഹ്യമായ സ്നേഹമല്ല ദൈവം കൽപ്പന കൊടുക്കും പറഞ്ഞത്. പരീശന്മാർ ചോദ്യത്തിന് പോലും ഏതാണ് കൽപ്പനയിൽ ഏത് വരിയെന്ന് ചോദിച്ചപ്പോൾ യേശു പോലും പറഞ്ഞതെന്താ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അല്ലേലുയ, രക്തം ചെയ്യാം. അതേക്കാൾ വലിയ കൽപ്പനകളൊന്നും ഇല്ല കേട്ടോ. അല്ലേലുയ. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ സ്നേഹം നേടിയതോട് കൂടി മതിയാക്കരുത്. നിങ്ങൾ കർത്താവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കർത്താവിന്റെ സ്നേഹം, അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്, മതിയാക്കരുത്. അല്ലേ? കർത്താവിനെ അളവില്ലാതെ നിങ്ങൾ സ്നേഹിക്കണം. കർത്താവിനെ അളവില്ലാതെ സ്നേഹിക്കണം. അവനെ അളവ് കൂടാതെ ആരാധിക്കണം. അളവ് കൂടാതെ അവനെ പ്രാർത്ഥിക്കണം. അളവ് കൂടാതെ യേശുവിനെ മാനിക്കണം. അല്ലേലൂയ. അളവ് കൂടാതെ യേശുവിനെ ഉത്സാഹത്തോടെ സ്തുതിച്ചാനന്ദിക്കുവാൻ കഴിയണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് യേശുവിനെ പറഞ്ഞിട്ടുണ്ട്. അല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്നേഹം ഒതുങ്ങിപ്പോകരുത്. കർത്താവ് നമുക്ക് സ്നേഹം മരണം വരെ നമ്മെ വേർപിരിക്കുന്നിടം വരെ സ്നേഹത്തിൽ നകന്നു പോകരുത്. ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ഉഭയസമ്മതം ചൊല്ലിക്കൊടുക്കുമ്പോൾ വിവാഹവേദിയിൽ പറയുന്നത്, മരണം നമ്മെ വേർപിരിക്കുന്നിടം വരെ നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കണമെന്നാണ്. പക്ഷെ എവിടെയെങ്കിലും ഇത് കാണുന്നുണ്ടോ? അല്ലേലിയ, സ്തോത്രം. വഞ്ചന, ചതിവ്, അല്ലേലിയ. എത്ര കുടുംബങ്ങൾക്കകത്താ പ്രശ്നമുള്ളത്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ഭൂമി വസിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പുറപ്പെടുന്നത്? എന്താണ് നിന്റെ ഉള്ളിലിരിക്കുന്നത്? വിശ്വാസവഞ്ചന കൂടാത്ത സ്നേഹം നിന്റെ ഉള്ളിലുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഉള്ളിൽ അവിശ്വാസമുള്ള ഹൃദയമുണ്ട്, ദുഷ്ടഹൃദയമുണ്ട്, ബലഹീന ഹൃദയമുണ്ട്, അപൂർണമായ ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാതെ മറ്റൊരാളെ നീ കരസ്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കാതെ നീ മറ്റൊരാളെ കരസ്ഥമാക്കുന്നത്. അല്ലേലിയ. ബലഹീനവും അപൂർണമായ ദുഷ്ടഹൃദയം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. പ്രൈസ്. ഞാൻ 100 തെളിവ് വരെ ഞാനൊരു പാസ്റ്ററാണല്ലോ. ഞാനൊരു ദിവസം ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അതിലൊരാളാണെന്നേ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, അത് മോശമല്ലേ? നിങ്ങൾ യഥാസ്ഥാനപ്പെടണം കേട്ടോ. സ്തോത്രം. നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിലേക്ക് വന്ന് ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹം, നമുക്ക് ആ സ്നേഹം ഉണ്ടായി. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് ജീവൻ തന്ന്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ ഒഴിച്ച് സ്വർഗം മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. മാനവകുലത്തിന്റെ മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട്, അകൃത്യം കൊണ്ട് നിറയപ്പെട്ട്, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളിൽ വീണിരുന്ന അല്ലേരിയ നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക്, പാതാള വേദന അനുഭവിച്ച് കടന്നരുത് എന്നെ നിങ്ങളെയും യേശുവിനെ ജീവൻ തന്ന് സ്നേഹിച്ചു. അവൻ ക്രൂശിൽ ജീവൻ തന്ന അവസാന തുള്ളി രക്തം വരെ നമ്മൾ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. യേശുവിന്റെ സ്നേഹം നിങ്ങളുണ്ടോ? അല്ലേലിയ. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. എല്ലാം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ. അല്ലേലിയ. അപ്പൊ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചാനന്ദിക്കണം. ആഴത്തിൽ ദൈവത്തെ വിളിക്കണം. ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തെ വിളിക്കണം. ആഴത്തിനെ ആഴം വിളിക്കുന്നത് പോലെ കർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. ആഴത്തിനെ ആഴം വിളിക്കുന്നത് പോലെ കർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കണം. ഈ ലോകം നമുക്ക് വലുതല്ല, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. നാം ഇവിടെ പ്രവാസികളാണ്, അന്യരും പരദേശികളുമാണ്.
ഹല്ലേലൂയ. നാം ഈ ലോകം വിട്ടു പോകേണ്ടി വരാണ്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ ലോകം വിട്ടു പോകും. അടുത്തൊരു നിമിഷം ഞാൻ നിങ്ങളോട് ഉണ്ടെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു 119 സംഘം 54 വാക്യം വായിക്കുന്ന പോലെ, നമ്മൾ പരദേശിയായി പാർക്കുന്ന ഈ ലോകത്തിൽ, നാം പരദേശിയായി പാർക്കുന്ന ഈ ഭവനത്തിൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ, വിധികളും, പ്രമാണങ്ങളും അവന്റെ കൽപ്പനകളും നമ്മുടെ പ്രമോദമായിരിക്കണം. ഈശ്വരോ, ദൈവത്തെ മറന്ന് നീ ഒന്നും ചെയ്യരുത്, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യരുത്, ദൈവത്തോട് നീ മറുതരിക്കരുത്, അഹങ്കരിക്കരുത്, ദൈവത്തോട് പാപം ചെയ്യരുത്, അവിശ്വസ്തത കാണിക്കരുത്. ഭാര്യ ഭർത്താവിന്റെ അവിശ്വസ്തത കാണിക്കുന്നവർ, ഭർത്താവ് ഭാര്യയുടെ അവിശ്വസ്തത കാണിക്കുന്ന പോലെ, മക്കൾ അപ്പനും അമ്മയോട് അവിശ്വസ്തത കാണിക്കുന്ന പോലെ, ദൈവസഭയോട് നിങ്ങൾ അവിശ്വസ്തത കാണിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ അവിശ്വസ്തനായി തീർന്നാൽ അവൻ വിശ്വസ്തനായി പാർക്കുന്നവന്റെ അവന് മാറ്റം വരത്തില്ല. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്നാണെങ്കിൽ അവൻ മലാഖി പുസ്തകം 3:6 പറയുന്നത്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തെ കണ്ട് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ, ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന മനുഷ്യന് കരകയറാൻ കഴിയാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ആ മനുഷ്യൻ തേടി വന്നവനായി യേശു. നേരെ നമ്മൾ പാപത്തിന്റെ ചെളിക്കുണ്ടിലായിരുന്നു. നമുക്ക് ചെളിക്കകത്ത് പുതഞ്ഞു പോയ നമ്മുടെ കാലൊന്ന് ഊരിയെടുക്കാൻ പാടാം. നമുക്ക് ചിലപ്പോൾ ഈ കന്നുകാലികളും ആടുകളും ഒക്കെ, മൃഗങ്ങൾക്ക് ചെളിക്കകത്ത് പുതഞ്ഞിട്ട് അതിനകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത അതിനകത്ത് കിടന്ന് വേദനിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്ന് നമ്മൾ പാപത്തിന്റെ ചെളിക്കുണ്ടിനകത്ത് വീണ് കുഴഞ്ഞു പോയ എന്നെ, അതാണ് 40 സംഗീതം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിനുമായത് എന്നെ നിങ്ങളിൽ ആഴത്തിൽ സ്നേഹിച്ച് നമുക്ക് വീണ്ടും ജീവിതം നമ്മെ വീണ്ടെടുത്ത കർത്താവിനോട് നിങ്ങൾ അവിശ്വസ്തത കാണിക്കരുത്. അവനോട് വിശ്വസ്തത കാണിക്കണം. കാരിനും പാണിയാൽ നമുക്ക് വേണ്ടി തറയപ്പെട്ടവൻ, കൈകാലുകൾ കാരിനും പാണിയാൽ തറയപ്പെട്ട് തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, പടയാളികൾ മാറി അവന്റെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്നു പറഞ്ഞ ശരീരം ഉഴവുചാല് പോലെ കീറി ഒരു മാംസപ്പിണ്ടമായി ക്രൂശിൽ കിടക്കുകയാണ്. അല്ലൊരു വേദന കൊണ്ട് യേശു പറയുന്ന സമയത്തിലും യേശു പറഞ്ഞ യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേൻ. അല്ലേരിയെ തന്നെ ക്രൂശിച്ചവർ തനിക്ക് മുമ്പിൽ കള്ളനെന്ന്, ചതിയെന്ന്, ബെൽസെബൂലെന്ന്, കുലപാതകനെന്നൊക്കെ വിളിക്കുമ്പോഴും യേശു പറഞ്ഞു, സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹം മാത്രം. കഠിനമായ വേദനയോടെ കടന്നു പോകുമ്പോഴും, മരണത്തെ യേശു അനുഭവിക്കുന്ന സമയത്തും ക്രൂശിൽ കടന്നുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് സ്നേഹത്തിന്റെ സന്ദേശം നൽകിക്കൊടുത്ത യേശുവിനോട് നീ അവിശ്വസത കാണിക്കുന്ന ഈ സ്നേഹമാണ് യേശു നിനക്ക് തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. സ്നേഹത്തിനകത്ത് നീ വിഷം കലർത്തരുത്. ഹല്ലേലൂയ. സ്നേഹം കൂടിപ്പോയതുകൊണ്ടാണല്ലോ നമ്മൾ വിഷം കലർത്തുന്ന. ഭാര്യ ഭർത്താവിന് വിഷം കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വിഷം കൊടുക്കുന്നു, അപ്പനും അമ്മയ്ക്കും വിഷം കൊടുക്കുക. എത്ര സംഭവം കഴിഞ്ഞാൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അപ്പം സ്നേഹത്തിനകത്ത് വിഷം കലർത്തുക. പ്രൈസ് ദി ലോർഡ്. എവിടെ എത്തി നിൽക്കുന്നു മനുഷ്യന്റെ സ്വഭാവം എവിടെ എത്തി, മനുഷ്യന്റെ സ്നേഹം എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, എന്നെ സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദൈവികതമല്ലാത്ത പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഇതിനെ നീക്കിക്കളയണം. മാനസാന്തരം മടങ്ങി വേണം. നിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. അപ്പൊ ആഴത്തിന് വിളിക്കുന്ന പോലെ കർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക. ഹല്ലേലൂയ. സ്നേഹിക്കാത്തവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. അല്ലെങ്കിൽ സ്നേഹിക്കാത്തവൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ 8-ാമത്തെ വാക്യം പറഞ്ഞത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവ സ്നേഹം തന്നെ എന്നാണ് പറയുന്നത്. സ്നേഹിക്കാത്തവൻ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ വണ്ടികളിലൊക്കെ കയറിയ, ബസ്സിലും കാറിലും ജീപ്പിലും ഒക്കെ കയറിയാൽ, ചില ബൈക്കിന്റെ ഒക്കെ ഫ്രണ്ടിലും ഹല്ലേലൂയ, അപ്പം നമ്മൾ യാത്ര ചെയ്തിരിക്കും. പല സ്ഥലത്തൂടെ പോകുമ്പോഴും, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴും ചിലരുടെ ഹല്ലേലൂയ ബുക്കിലൊക്കെ ഈ ഗോഡിസ്ലാവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേ? സ്ഥിരമായിട്ട് കാണുന്ന ഗോഡിസ്ലാവ് ദൈവസ്നേഹം തന്നെ. ചില വീടുകളിൽ കാണാം ഗോഡിസ്ലാവ്, ചില വണ്ടിയിൽ കാണാം ഗോഡിസ്ലാവ്, ചില ബൈക്കിന് മുമ്പിൽ ഗോഡിസ്ലാവ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കാം. നമ്മൾ പറയാറുണ്ട്, അത് ഗോഡിസ്ലാവ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ടോ?
ഗോഡീസ് ലവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മദ്യവും മയക്കുമരുന്ന് കലഹുവാ ലേഡിയ. ഗോഡീസ് ലവ് എന്ന് എഴുതി വാഹനത്തിൽ കയറി അതിന്റെ ആൾക്കാർ അതിൽ ഓടിക്കുന്നവരും അതിലുള്ള ജോലിക്കാരും എല്ലാം ഭയങ്കര മയക്കുമരുന്ന് അടിമകളാ ലേഡിയ. ഈ ഗോഡീസ് ലവ് എന്നൊക്കെ വാനോളം ഉയർത്തി വാ നിർത്താൻ സംസാരിക്കുന്നവരൊക്കെ വായി നിറങ്ങുന്നത് കേട്ടാലോ. ബാഹ്യമായ പ്രകടനമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജനത്തിനു മുമ്പിൽ ഗോഡീസ് ലവ് എന്നൊക്കെ എഴുതി വെച്ച് ബാഹ്യമായ പ്രകടനം കാണിച്ച് നീ ഇവിടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനാണ് നീ ഒരുക്കുന്നതെങ്കിൽ ഭൂമിയിൽ മാത്രമേ നിനക്ക് സ്ഥാനമാനം ഉറപ്പിക്കാൻ ഒരു സ്വർഗത്തിൽ നിനക്കൊരു സീറ്റ് പോലും കിട്ടത്തില്ല ലേഡിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. സ്നേഹം പങ്കുവെക്കണം. സ്നേഹം പകുത്തു കൊടുക്കണം. യേശു സ്നേഹം പങ്കുവെച്ചു. യേശു സ്നേഹം പകുത്തു തന്നു ലേഡിയ. യേശുവിന്റെ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണമെന്നാണ് ദൈവചനം പറയുന്നത്. പ്രൈസോ. അപ്പൊ നമ്മൾ ഈ ഗോഡീസ് ലവ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം അല്ലേലിയ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കണ്ടു കേട്ട് എഴുതി വെച്ച് പോകാതെ നീ എഴുതിയാൽ എഴുതിയതായിരിക്കണം അല്ലേലിയ. സ്തോത്രം. പ്രൈസോ. നിന്റെ ഹൃദയത്തിനകത്താണ് എഴുതിന്റെ ഗോഡീസ് ലവ് എന്നുള്ളത് നിന്റെ ഹൃദയത്തിനകത്താണ് എഴുതരുത്. നിന്റെ ഹൃദയത്തിനകത്താണ് എഴുതി വെച്ച് നീ പുറമേ അത് എഴുതി വെച്ചാൽ ഹൃദയത്തിനകത്ത് എഴുതി എഴുത്ത പുറത്തെ എഴുത്തിനകത്ത് കാണും അല്ലേലിയ. ഗോഡീസ് ലവ് എന്ന് പറയാൻ ദൈവ സ്നേഹമാണെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നിന്റെ മുഖത്തറിയാമതേ. നിന്റെ മുഖത്തറിയാം. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. ഗോഡീസ് ലവ് നിന്റെ ഹൃദയത്തിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നിന്നോട് സംസാരിക്കുമ്പോഴറിയാം. നിന്നോട് ഇടപെടുമ്പോഴറിയാം. നിന്റെ കൊടുക്കം വാങ്ങൽ ക്രയവിക്രയ കാര്യങ്ങൾ അറിയാം. ഗോഡീസ് ലവ് എന്ന് പറയുന്ന അനുഭവം നിന്റെ ഉള്ളിലുണ്ടോന്ന് അല്ലേലിയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞൊരു കടയിൽ ചെന്നപ്പോൾ വലിയ കടയിൽ ചെന്നപ്പോൾ ഗോഡീസ് ലവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കടയില്. അപ്പൊ അത് എഴുതി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കടക്കാരനെ ശ്രദ്ധിച്ചു, ഇവിടുത്തെ വിൽപ്പനക്കാരെ ശ്രദ്ധിച്ചു, സെയിൽസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചു. അവരുടെ അളവ് തൂക്കത്തെക്കുറിച്ച് ഞാൻ നോക്കി അല്ലേലിയ. അളവ് തൂക്കത്തിൽ വന്നു കഴിയുമ്പോൾ കൃത്യതയില്ല അല്ലേലിയ. എല്ലാം കൂടെ എടുത്തു വെച്ച് വറക്കുന്നു, എടുത്തു വെച്ച് മാറ്റുന്നു. അപ്പൊ ഞാനൊരു സംശയം പറഞ്ഞു, അതൊന്നും വെച്ച് നോക്കാൻ പറഞ്ഞു. വെച്ച് നോക്കിയപ്പം ആ പൂർണ്ണതയില്ല അതിനകത്ത്, അപൂർണതയാണ് അല്ലേലിയ. അപ്പം പറഞ്ഞു ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ സാറേ? എപ്പോഴും ചെയ്യുന്നത് അകത്ത് ഗോഡീസ് ലവ് എന്ന് പറഞ്ഞാൽ അകത്ത് ദൈവസ്നേഹം കൊണ്ട് പുറത്തത് കാണിക്കും. അളവ് തൂക്കത്തിലും സ്നേഹത്തിലും എല്ലാം കാണിക്കും. നിന്റെ ഉള്ളിലില്ലാത്ത സ്നേഹമാണ് നീ പുറത്ത് വ്യാജം കാണിക്കുന്നത് അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടുങ്ങിയിട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന സകല ജനത്തെയും ലോകത്തിന്റെ 7 വൻകരയിൽ കിടക്കുന്ന സകല ജനത്തെ ഒരുപോലെ സ്നേഹിക്കുന്നവൻ, കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവൻ, കാപട്യമില്ലാതെ സ്നേഹിക്കുന്നവൻ, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്ന് യേശു അതുകൊണ്ടാണ് പറഞ്ഞത്. മോശ ഇസ്രായേലിനത്തോട് സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് തന്നെയാണ് അല്ലേലിയ. സ്തോത്രം. പ്രൈസലോ. നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം വളരേണ്ടത് അല്ലേലിയ. ചിലർ ഈ കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നുണ്ട്, കാര്യസ്ഥാനത്തിന് വേണ്ടി. നമുക്ക് ഇന്നത്തെ കവിതാക്കൾ പ്രേമം ഒക്കെ ഉണ്ടല്ലോ. ഇന്ന് എല്ലാവർക്കും പ്രേമോ, കുഞ്ഞുകുട്ടികൾ അടക്കം പ്രേമം. കൊച്ചുകുട്ടികളോട് നമ്മൾ സംസാരിച്ച് നോക്കി, അവർക്കും പ്രേമോ. അവർക്ക് എല്ലാവരുടെ ഉള്ളിൽ പ്രേമ സ്നേഹം. എന്തിനാണ്? അതിനകത്ത് ശൈശവത്തിലും ബാല്യത്തിലുള്ളവരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റി നിർത്താം. ആ സ്നേഹത്തിന് കുഞ്ഞുങ്ങളാന്ന് ചിന്തിക്കാം. കൗമാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, യൗവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്നേഹം ഭയങ്കര പ്രകടനമാണ്, ഒരു നാട്യമാണ്, കാപട്യമാണ്. അങ്ങനെ സ്നേഹിക്കാൻ കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരാണ്. കാര്യം കാണാൻ വേണ്ടി കഴുതക്കാരും പിടിക്കുമെന്ന് പണ്ടുള്ള പഴമക്കാർ പറഞ്ഞത്. കാര്യം കാണാൻ വേണ്ടി അവന് ഏത് സ്നേഹവും പ്രകടമാക്കും. ഏത് സ്നേഹം എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും, എന്ത് പറഞ്ഞാലും ചെയ്യും. നിന്റെ കാല് വീണിലും പിടിക്കും. കാര്യം കാണാൻ കഴുതക്കാരൻ പിടിക്കണം, നിന്റെ കാല് വീണിൽ പിടിക്കും. പക്ഷെ അവന്റെ കാര്യസാധ്യത്തിന് അവനെ അവളെന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ചില വ്യക്തികളെയൊക്കെ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾ എന്റെ ഫോണിൽ വിളിച്ചാൽ, നമുക്ക് സോഷ്യൽ മീഡിയ ആണല്ലോ, ആരെയും നമ്മൾ അപമാനിക്കാൻ പാടില്ല. പ്രൈസലോ. അപ്പൊ നമ്മള് അവൻ താൽക്കാലികമായി കാര്യസാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്ന അനവധി ആളുകളുണ്ട് അല്ലേലിയ. അത് കഴിഞ്ഞിട്ട് മാറുന്ന കുറ്റം എടുത്തും, അല്ലെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ സ്നേഹിച്ചിട്ട് ആ സ്നേഹം അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരാൾ വഞ്ചിക്കപ്പെട്ടിരിക്കും, ഒരാൾ ചതിയിൽ അകപ്പെട്ടിരിക്കും. ആ ചതിയിൽ അകപ്പെടുന്ന ആളാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി.
ഒരു സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം കാര്യസാധ്യതയോടെ സ്നേഹിച്ച് അവസാനം ചതയിലകപ്പെടും. സൂക്ഷിക്കണം കേട്ടോ കാലം. എത്ര എത്ര പ്രശ്നങ്ങളാ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് ഒരു പാരിതോഷവും മേടിക്കാതാ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് ഒരു കാര്യസാധ്യതയും വേണ്ടിയിട്ടല്ല. കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നീ പാപത്തിന്റെ ആഴത്തിൽ വീണ് കിടന്ന് പാപത്തിന് ചെളിക്കുണ്ടി വീണ് കിടങ്ങുന്നു. നിനക്ക് നിത്യതയില്ലായിരുന്നു. നിത്യത നഷ്ടപ്പെട്ട് നീ പാതാളത്തിന്റെ അവകാശം, പാതാളത്തിന്റെ ആടുകളായി നീ ജീവിച്ചപ്പോൾ നിന്റെ മരണം കൊണ്ട് നീ നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് പിതാവായ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം വായിച്ചാൽ തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു, കർത്താവ് യേശുവിനെ സ്നേഹിച്ചു. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി, നമ്മുടെ പണത്തിന് വേണ്ടിയിട്ട്, പൊന്നിനോ പ്രതാപത്തിനോ വേണ്ടിയിട്ടല്ല. നിന്റെ ആരോഗ്യം കണ്ട്, നിന്റെ കഴിവുകൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, നിന്റെ സൗന്ദര്യം കണ്ട്, നിന്റെ പാരമ്പര്യം കൊണ്ട്, സമ്പത്ത് കണ്ടല്ല നമ്മളെ സ്നേഹിച്ചത്. പാപിയായി നിന്നെ സ്നേഹിക്കുക ചെയ്തത്. ഹല്ലേലൂയ. പാപിയായി അകൃത്യത്തിൽ വീണ് കിടന്ന, പാപത്തിൽ വീണ് കിടന്ന നമ്മളെ ദൈവം സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഒരു കൂട്ടം ജനം, പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ വ്യഭിചാര കുറ്റത്തെ പിടിച്ചൊരു സ്ത്രീയെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. അവർ പറയുന്നുണ്ട്, ഗുരു, മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഹല്ലേലൂയ. യേശു നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ വാദപ്രതിവാദങ്ങളിൽ കഴിഞ്ഞപ്പോൾ യേശു നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവരുടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കൂടി വന്ന ആപാലവൃത്തം ജനങ്ങളുടെ കയ്യിലെ കല്ലുകൾ തലയെ താഴെ വീണ് അവരെല്ലാം കടക്കാൻ വേണ്ടി കടന്നു ഓടി ഒളിച്ചു. യേശു നിവർന്ന് അവൾ സ്ത്രീ അവിടെ നിൽക്കുന്നതാണ്, പാവനി ആ സ്ത്രീ കേൾക്കുന്നതാണ്. അവളുടെ മകളെ ഇനി നീ പാപം ചെയ്യരുത്. ഏത് പാപിയെ സ്നേഹിക്കുന്ന യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8 വായിച്ച് ഞാൻ പറഞ്ഞ ഭാഗം കാണാൻ കഴിയും. വ്യക്തം ചെയ്യാം. നമ്മുടെ യേശുവിന്റെ സ്നേഹം എന്താ? പാപിയെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പാപിയെ സ്നേഹിക്കുന്നവൻ, പാപികളുടെ സ്നേഹിതനാണ് യേശു. പാപത്തെ വെറുക്കുന്നവനാണ് യേശു. പാപികളുടെ സ്നേഹിതനാണ്, പാപത്തെ വെറുക്കുന്നവനാണ്. നിന്റെ പാപങ്ങളെ മായ്ച്ചു തന്ന്, നിന്റെ പാപങ്ങളെ കഴുകിയെടുത്ത്, നിന്റെ പാപങ്ങൾക്ക് ശുദ്ധീകരണം തന്ന് നിന്നെ സ്നേഹിക്കുന്നവൻ യേശു മാത്രമാ. നിന്റെ യാതൊരു കഴിവും കണ്ടിട്ടല്ല, നിന്റെ യാതൊരു മഹത്വവും കണ്ടിട്ടല്ല, നിന്റെ കുടുംബം കണ്ടിട്ടല്ല, നിന്റെ സാഹചര്യം കണ്ടിട്ടില്ല, നിന്റെ വിദ്യാഭ്യാസം ഒന്നും കണ്ടിട്ടല്ല നിന്നെ ദൈവം സ്നേഹിച്ചത്. നീ പാപിയാണെന്ന് അറിഞ്ഞു തന്നെയാണ് ദൈവം നിന്നെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. അവൻ പാപത്തെ വെറുക്കുന്നവൻ യേശു. പാപത്തെ വെറുക്കുന്നവൻ, പാപത്തെ ശിക്ഷിക്കുന്നവനായ യേശു. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്ന് കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനയായി ദൈവം നമുക്ക് ഈ കൽപ്പന തന്നിരിക്കുമ്പോൾ ആ സ്നേഹത്തിനകത്ത് നിറഞ്ഞു നിൽക്കണം. അമ്മായിയമ്മയ്ക്ക് മരുമോളെ സ്നേഹിക്കാൻ കഴിയണം. അമ്മായിയമ്മ മരുമോളുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല ഒരു കണ്ടത്. നീ എന്ത് കൊണ്ടുവന്ന്, എന്താണ് നീ കൊണ്ടുവന്നത്, എന്റെ മകന് നീ എന്താ കൊണ്ട് കൊടുത്തത് എന്ന് ചോദിച്ച് മരുമകളുടെ മേൽ കുതിര കയറിയല്ല ചെയ്യേണ്ടത്. മരുമോൾ അമ്മായിയമ്മയുടെ തലയാടിപ്പറഞ്ഞ് അമ്മായിമ്മയെ തൊഴിക്കാനല്ല മരുമോൾ ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ. പരസ്പരം സ്നേഹിക്കണം. അമ്മയും മകളും സ്നേഹിക്കുന്നത് പോലെ അമ്മായിമ്മയും മരുമോളും ഒരേ വീട്ടിൽ ഒരേ കുടുംബമായി ഒന്നിച്ച് അമ്മ മക്കളെ പോലെ അമ്മയും മോളും സ്നേഹിക്കുന്നവർ സ്നേഹിക്കണം. കുറ്റം ചാർത്തരുത്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ ഭാഗവിടമ്പടി ചെയ്യുമ്പോൾ, മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് ഭാഗവിടമ്പടി ചെയ്ത് തങ്ങളുടെ സ്വത്ത് വീതം വെച്ചു കൊടുക്കുമ്പോൾ ആരെയും കുറച്ചു കാണരുത്. എല്ലാവർക്കും തുല്യമായി പങ്കിട്ട് കൊടുക്കണം. ആരോടും കൂടുതൽ മമത കാണിക്കരുത്, ആരോടും കൂടുതൽ സ്നേഹം കാണിക്കുക. അവരിച്ചിരി കൂടുതൽ കൊടുത്തേക്ക്, അവർക്ക് ഇച്ചിരി കുറവ് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ സങ്കടം കിടക്കും. അത് നിനക്ക് ദോഷമാണ്. സ്നേഹം ബാഹ്യപ്രകടനമാകരുത്. സ്നേഹം ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരണം. ഹല്ലേലൂയ. നിന്റെ അന്തർഭാഗത്താണ് സ്നേഹം ഉത്ഭവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന് അന്തർഭാഗത്ത് ഉത്ഭവിച്ച സ്നേഹമാണ്. ആ സ്നേഹമാണ് പാപികളായിരിക്കുന്ന സകല ജനത്തിനും ഭൂമി തന്നത്. ഈ ഭൂമിയിൽ സകല ജനങ്ങളും പാപികളാണ്. ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭൂമി നീതിമാന്മാരില്ല. ഒരു നീതിമാന്മാരും ഭൂമിയിലില്ല. നീതിമാനെന്ന് നടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ നീതിമാനെന്ന് പറയുന്നത്, ഞാൻ സത്യസന്ധനാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ഞാനൊരു തെറ്റും ചെയ്തില്ല, പാപം ചെയ്തില്ല, ഞാൻ ആർക്കൊരു ദോഷം ചെയ്തിട്ടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ കള്ളൻ, പാപി. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം പാപത്താൽ നിറയപ്പെട്ടതാ.
മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ സാഹചര്യങ്ങളും അവന്റെ നോട്ടവും ഇടപാടുകളും ചിന്തയും പ്രവൃത്തിയും കൊടുക്കലും വാങ്ങലും ക്രയവിക്രയങ്ങൾക്കകത്തെല്ലാം പാപത്തിന്റെ സ്വഭാവമുണ്ട്. സത്യസന്ധതയില്ല. അല്ലെങ്കിൽ എല്ലാം ബലഹീനവും അപൂർണമായ മനസ്സുകൊണ്ടുണ്ട്, ഹൃദയം കൊണ്ട മനുഷ്യൻ പലതും ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, കാൽവരി ക്രൂശിലെ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സ്നേഹിപ്പാൻ കഴിയൂ. നിന്റെ കുടുംബത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടതാണ്. നിന്റെ കുടുംബത്തിനകത്ത് കലഹം വന്നതാണ്. നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം വന്നതാണ്. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം നിന്നെ തടസ്സമായി നിൽക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ആലോചനകളും നീ നാളുകൾക്ക് മുമ്പേ കേട്ടു. ദൈവിക ദൂത് കേട്ട ആലോചന കേട്ടു. ഇന്നും ദൂതും ആലോചനയും വാഗ്ദത്തം പ്രാപിക്കുന്നില്ല. നിന്റെ കുടുംബം ഇന്ന് ശൂന്യതയിലാണോ? ഇന്ന് നിന്റെ കുടുംബം സങ്കടത്തിലാണോ? നിനക്ക് ഉയരുവാൻ കഴിയാത്ത അനുഭവത്തിലാണ് നീ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ ഉള്ളിൽ നിന്നും ആ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശു സ്നേഹിച്ച സ്നേഹം വെളിപ്പെടാത്തത് കൊണ്ട് നിന്റെ അനുഗ്രഹങ്ങൾ പോലും തടസ്സമാണ്. ഹല്ലേലൂയ. അവിടെ കുരിന്ത ലേഖനം വായിക്കണം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ അളവ് നിന്റെ ഉള്ളിൽ എപ്പോൾ നിറയുന്നോ അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. യേശുവിന്റെ സ്നേഹം നിന്റെ കുടുംബത്തിൽ വരുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ കലഹങ്ങൾ മാറും. യേശുവിന്റെ സ്നേഹത്തിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ മാറും. നിന്റെ കുടുംബത്തെ നയിച്ചു കൊടുക്കുന്ന സാത്താനാണ്. നിന്റെ കുടുംബത്തെ നയിക്കുന്നത് സാത്താനാണ്. സാത്താൻ നിന്റെ കുടുംബത്തിൽ വസിക്കുന്നതുകൊണ്ടാണ്, പിശാചിന്റെ കുടുംബത്തിൽ വസിക്കുന്നതുകൊണ്ടാണ്, പിശാചിന്റെ ആധിപത്യം നിന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് നീ ഭർത്താവിനെ വഞ്ചിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നതും. പിശാചി നിന്നെ നടത്തുന്നതുകൊണ്ടാണ് നീ മക്കളോട് വ്യാജം കാണിക്കുന്നത്, മക്കൾ അപ്പനമ്മോട് വ്യാജം കാണിക്കുന്നത്. സാത്താൻ നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ പാപസ്വങ്ങളിലേക്ക് പോകുന്നതിന്റെ സാത്താൻ നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. പിശാചി നിന്നെ നടത്തുന്നതുകൊണ്ടാണ് ഈ ലോകത്തെ നീ സ്നേഹിക്കുന്നത്. നിന്റെ ഉള്ളിലായിരിക്കുന്നത് സാത്താൻ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം, പിശാചി നിന്റെ ആധിപത്യം പുലർത്തുന്ന കാലം നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല, നിനക്ക് മറ്റാരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇതുപോലെ കേൾക്കുന്ന മാതാപിതാവേ, നീ സ്നേഹത്തിലേക്ക് മടങ്ങുക. ദൈവം നിന്റെ അടിസ്ഥാനത്തെ മാറ്റിത്തരും. ഹല്ലേലൂയ. പ്രതിസന്ധികളെ മാറ്റി തന്റെ കണ്ണുനീരിനെ ദൈവം തുടച്ചു തരും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന കഷ്ടത എത്ര വലുതായിരുന്നാലും ദൈവം നിന്നെ വിടുവിക്കും. 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേലത്തോട് ദൈവം കാണിച്ച സ്നേഹമുണ്ടല്ലോ. മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തെ കിടന്ന് ഇരുമ്പുലിയിൽ കിടന്ന് കഷ്ടം സഹിച്ച് ചുടുകട്ടയുണ്ടാക്കി അവർ കഷ്ടപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഫറവോന്റെ ശക്തികൾ കൊന്നൊടുക്കുകയും ഫറവോന്റെ സൈന്യം കൊന്നൊടുക്കുമ്പോൾ അത് കണ്ട് കരഞ്ഞ് നിലവിളിച്ചൊരു കരവിളിച്ചൊരു അനുഭവമുണ്ട്. കരച്ചിലെ വിളി കേട്ടവൻ, കരച്ചിന്റെ ശബ്ദം കേട്ടവൻ, അവരുടെ നിലവിളി കണ്ടവനെ, കണ്ണുനീര് കണ്ടവൻ, യഹോവയായ ദൈവം മോശയെ ഇസ്രായേലിലേക്ക് പറഞ്ഞുവിട്ട് 430 വർഷം അടിമത്തത്തിൽ കിടന്ന് ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവരുവാൻ യഹോവയായ ദൈവത്തെ കഴിഞ്ഞെങ്കിൽ ആ സ്നേഹമാണ് എന്നെ കേൾക്കുന്ന സ്നേഹിത. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിൽ സാത്താന്റെ ബന്ധനത്തിൽ കിടന്ന് നിന്നെ യേശു വിടുവിച്ചുകൊണ്ട് സ്നേഹിക്കുന്നതിന്റെ കാരണം എന്താ? അവന്റെ സ്നേഹം നിനക്ക് പ്രകടമാക്കി തരുന്നതിന്റെ സ്നേഹം നിനക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ആ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. പ്രൈസലോ. നമുക്ക് സ്നേഹം ബാഹ്യ പ്രകടനമാകരുത്. സ്നേഹം ഒരു അഭിനയമായി മാറരുത്. പല സ്നേഹം അഭിനയമാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹം അഭിനയിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുടെ സിനിമയിലും സീരിയലിലും റിയാലിറ്റി ഷോയിലും ഒക്കെ നമ്മൾ മുമ്പ്, ഞാനൊക്കെ ഇത് കാണാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ. വിശ്വാസത്തിൽ കടന്നു വന്ന പിന്നെ ഈ സംഭവം ഒന്നും കാണത്തില്ല. ടി വി ഒക്കെ കണ്ടിട്ട് ഒരു 10, 15, 20 വർഷമായി. ഹല്ലേലൂയ. കാണാറില്ല. ബാഹ്യമായി പ്രവൃത്തി കണ്ട് നമ്മുടെ മനസ്സ് മരവിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. അവിടെ ബാഹ്യമായത് കണ്ട് നീ അതിനെ അനുകരിക്കാതെ യേശുവിനെ നീ മാത്രമേ ആക്കണം. യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ കാൽച്ചൂടുകൾ നീ പിന്തുടരണം. യേശു നിനക്ക് തന്ന സ്നേഹമാണ് നിന്റെ ഉള്ളിൽ നിറയേണ്ടത്. അവിടെ എന്നെ കേൾക്കുന്ന മനസ്സിലാക്കുക, ഏതൊരു ക്രൈസ്തവന്റെ അടുക്കലും ദൈവസ്നേഹം ഇല്ലയോ അവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ സാധ്യമല്ല. ഒരു ക്രൈസ്തവ വിശ്വാസികളിൽ സ്നേഹം പുറത്ത് വരുന്നില്ലെങ്കിൽ അവനെ ക്രിസ്ത്യാനി വിളിക്കാം. അതോ സ്നേഹമില്ല എന്ന് തോന്നിയാൽ അവനൊരു ക്രിസ്ത്യാനിയല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം എഴുതിയത്. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, സ്നേഹം അതിശ്രേഷ്ഠ കൃപാവരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പറയുക, ഞാൻ മനുഷ്യരെയും ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. സ്നേഹം നിന്റെ ഉള്ളിലില്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒന്നിച്ചാരാധിക്കുക, ഒരു പള്ളിയിൽ ഒന്നിച്ചാരാധിക്കുക, ഒരു പള്ളിയിൽ ഒന്നിച്ചു പോകുന്നു, ഒരു പള്ളിയിൽ ഒന്നിച്ച് യാത്ര ചെയ്ത് ഒരേ വണ്ടിയിൽ പോകുന്നു, പക്ഷെ സ്നേഹമില്ല, പരസ്പരം മിണ്ടത്തില്ല. ഹല്ലേലൂയ.
അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും എത്രയെന്ന 1 കൊരിന്ത്യർ ലേഖനം 13-1 രേഖപ്പെടുത്തി വെച്ചത് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഭാഷാവരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊരിന്ത്യരോട് സ്നേഹത്തിന് പ്രാധാന്യം പറയാൻ തുടങ്ങിയപ്പോൾ അത് ഭാഷാവരത്തെക്കാളും പ്രാധാന്യമുള്ളതാണെന്ന് പൗലോസ് പറയുക. ഇവിടെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാമെന്ന അർത്ഥത്തിലല്ല, ഇതൊരു ശൈലിയാണ്. മരിച്ചാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നാം പറയുന്നത് പോലെ ആമീൻ. എന്നാൽ ദൂതന്മാർ മനുഷ്യരോട് സംസാരിച്ചപ്പോഴെല്ലാം അത് കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരോട് ദൂതന്മാർ നമ്മളോട് സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. എന്നാൽ മുഴങ്ങുന്ന ചെമ്പ് എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ രാഗത്തോട് ബന്ധപ്പെടാതെ താളക്രമമില്ലാതെ അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്ര എന്ന് പറയുന്നത്. നിന്റെ ഉള്ളിൽ സ്നേഹമില്ലാതെ നീ പള്ളിയിൽ പോയി എത്ര കുരിശു വരച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര നേരത്തെ കാഴ്ച കൊടുത്താലും നീ ഏതെല്ലാം തീർത്ഥാടനത്തിന് പോയാലും എത്ര നീ കൈകൊട്ടി എത്ര അന്യഭാഷ പറഞ്ഞാലും ഹല്ലേലൂയ, നീ എത്ര വലിയ ഉള്ളവനാണെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ആമൻ ചെമ്പോ ഹല്ലേലൂയ ആമൻ ചിലമ്പുന്ന കൈത്താളമോ. നിന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നീ ഒന്നും ചേർക്കാനും സ്നേഹമില്ലെങ്കിൽ നിന്റെ ആരാധന ദൈവം കേൾക്കുന്നില്ല, നിന്റെ പ്രാർത്ഥന നിന്റെ യാഗത്തെ ദൈവം പ്രസാദിക്കുന്നില്ലെന്ന്. നിന്റെ യാഗത്തെ ദൈവം പ്രസാദിക്കുന്ന നീ മടങ്ങി വരണം കേട്ടോ. മാനസാന്തരപ്പെടാതെ ബാഹ്യമായ പ്രകടനം നടത്തി മുമ്പോട്ട് ജീവിതം നയിച്ച് അവസാനം നിത്യ നരകത്തിൽ പോകരുത്. അതുകൊണ്ടാണ് മോശെ ഇസ്രായേലിനോട് പറഞ്ഞത്, ഇസ്രായേലിനെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് മോശെ ഇസ്രായേലിന് കൽപ്പന കൊടുത്ത് യേശുക്രിസ്തു അത് തന്നെയാണ് പരീശന്മാരുടെ ചോദ്യത്തിന് പറഞ്ഞത്. കൽപ്പനകളിൽ ഏത് കൽപ്പനയാണ് ഏറ്റവും വലിയ? യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹം നഷ്ടപ്പെട്ട് ബാഹ്യമായി പ്രകടനം കാണിച്ച് അഭിനയിച്ച് നീ സ്വർഗത്തിൽ പോകാൻ ചിന്തിക്കരുത്. നിന്റെ മരണം ഏത് സമയത്ത് സംഭവിക്കുക നരകത്തിലേക്ക്. അതുകൊണ്ട് ആരുടെങ്കിലും ഇടർച്ചയോ പിണക്കോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് നീ രമ്യത ഇന്ന് പകലക്കാലം പ്രാപിക്കണം. കുടുംബത്തിനകത്ത് തൊട്ട് പരസ്പരം രമ്യത പ്രാപിച്ച് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എത്തിപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനത്തിനായി, ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനത്തിനായി കർത്താവ് രാജ്യരാഷ്ട്ര തലമുറയ്ക്ക് വേണ്ടി പ്രാപ്തി, ക്രമസമാധാന പാലകരെ യുഡിഷിക്ക് വേണ്ടി പ്രാപ്തി, നിയമ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാ മേഖലയിലായിരിക്കുന്ന ശൈശവത്തിലും ബാല്യ കൗമാരി യൗവനത്തിലും വൃത്തരും അശ്രദ്ധ തടവറയിലായിരിക്കുന്ന മത സാമൂഹിക സംസ്കാര മാധ്യമ മീഡിയ സയന്റിഫിക് എഞ്ചിനീയർമാർ എല്ലാവരും പ്രദേശ പാറ്റുകൾ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന കർത്താവി, ആദിവാസി ട്രൈബൽ മേലും ആയിരിക്കുന്ന എല്ലാ ദ്വീപവാസികളെയും, എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാ പ്രമാണിമാരെയും കർത്താവി മാനസാന്തരം നയിക്കണമേ. അല്ലെങ്കിൽ സകലമുണ്ടെന്ന് പറഞ്ഞ് പുറമെയുള്ള ബാഹ്യ പ്രകടനം കാണിച്ച് ബാഹ്യമായി സ്നേഹം അഭിനയിച്ച് നിത്യമായ നാശത്തിലേക്ക് പോകാതെ ജനം മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ അന്തർഭാഗത്ത് ഉത്ഭവിച്ച സ്നേഹം, കർത്താവി കാൽവരിക്ക് തന്ന സ്നേഹം, അത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സ്നേഹം ഉണ്ടാകുവാൻ, കുടുംബത്തിനകത്ത് പരസ്പര സ്നേഹം നിലനിർത്തും, വഞ്ചിക്കാതെ വിശ്വാസവചന കാണിക്കുക. അപ്പനും മക്കളും അമ്മയും മരുമക്കളും വല്ലുവരിക, മാതാക്കളും മക്കളും അപ്പനും അമ്മയും കുടുംബത്തിനകത്ത് സഹോദരങ്ങൾ തമ്മിൽ സഭയ്ക്കകത്ത് കർത്താവ് സമൂഹത്തിൽ സ്നേഹം പ്രകടമായി സ്നേഹത്തിൽ വസിപ്പാൻ ജനത്തെ ഒരുക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ സ്നേഹത്തന്ത്രയപ്പെട്ട് കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, കുടുംബത്തിന്റെ തകർച്ചകളെല്ലാം മാറി കർത്താവെ ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ എല്ലാ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, ജീവിതം തകർന്ന കുടുംബങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് കുടുംബക്കോടിൽ കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സിൽ കർത്താവി അനവധി ബന്ധങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന കർത്താവ് ആശ്രയിക്കലും മാറ്റം വന്ന് ഈ ജനം മാനസാന്തരപ്പെട്ട് സുവിശേഷ ഭാഗമായി തീരും. മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിയുവാൻ കർത്താവ് ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന അത്യാഗ്രഹം, ദിവ്യാഗ്രഹം ഈ ലോകത്തിന് വമ്പും മാറ്റിവെച്ചിട്ട്, പ്രചരണം മാറ്റിവെച്ചിട്ട്, ദുഷ്ടതയും ചതിവും വ്യാജവും എല്ലാ ചതിവും അസൂയ എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനബന്ധ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചുകൊണ്ട് ജനം ദൈവത്തെങ്കിലേക്ക് എടുക്കുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.